ഇത് കൾട്ടിവേറ്റഡ് ഓർക്കിഡാണ്. കൾട്ടിവേറ്റഡ് ആണല്ലേ? അതുകൊണ്ട് ഞാനത് ഇത് കണ്ടോ, ഒരു ഞാവൽ മരമാണ്. ഈ ഞാവൽ മരത്തിന് കുറേ ഷെയ്ഡൊക്കെ നമുക്ക് കാണാം, കുറേ പഴങ്ങളും ഉണ്ടാകും. പക്ഷേ ഇതിന് പ്രത്യേകത 72 ഇനം ഓർക്കിഡ്സ് ഈ ഒരൊറ്റ മരത്തിലുണ്ട്. ചുവട്ടിൽ നിന്ന് നമുക്ക് തുടങ്ങാം അല്ലേ? നന്ദേട്ടൻ്റെ തോട്ടത്തിലാണുള്ളത്. ഇത് വയനാട്ടിൽ ലക്കിടിയിൽ PM നന്ദകുമാർ എന്ന് പറഞ്ഞ ആളുടെ അവിടെയാണുള്ളത്. ഇതിപ്പോൾ ഏതാണ് ഏറ്റവും? ഇത് ഫോളിഡോട്ട പല്ലിഡ എന്ന് പറയും. നെക്ലേസ് ഓർക്കിഡും നെക്ലേസ് പോലെ ഉണ്ടാവും ആ ഓർക്കിഡാണ്. ഇത് സിലോഗിനി ബ്രവിസ്കാപ്പ എന്ന് പറയുന്ന ഓർക്കിഡാണ്. ഇത് ക്ലീസോസ്റ്റമം പെനുഫോളോയിം എന്ന് പറയുന്ന ഓർക്കിഡാണ്. ഇത് പോളിസ്റ്റാക്കിയ കോൺക്രീറ്റ് എന്ന് പറയുന്ന ഓർക്കിഡാണ്. ഇത് ഗ്യാസ്ട്രോച്ചില സക്കാലിസ് എന്ന് പറയും. ഏതാണ് ഇത്? ഗ്യാസ്ട്രോച്ചില സക്കാലിസ് എന്ന് പറയും. ഇത് ബൾബോഫിലം ഓറിയം, ക്രിട്ടിക്കൽ എൻഡേഞ്ചർ ആയിട്ടുള്ള സാധനമാണ്. ഇത് പറഞ്ഞല്ലോ സിലോഗിനി ബ്രവിസ്കാപ്പ എന്ന് പറയുന്നത്. ഇത് പൾച്ചെല്ലം, ഇത് വാൾക്കേരി എന്ന് പറയുന്ന സാധനമാണ്. ഇതും ഗ്രീൻ ഫ്ലവർ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ബൾബോഫിലം ഫിംബ്രിയേറ്റ് എന്ന് പറയും. ഇത് അതേപോലെ തന്നെ, പക്ഷേ കുറച്ചും സ്ട്രോങ് ആണ്. ഇത് ബൾബോഫിലം ട്രെമുലം എന്ന് പറയും. ഫ്ലവേഴ്സ് ഇങ്ങനെ ചെറുതായി ട്രെമേഴ്സ് ഉണ്ടാവും. ഇതാണ് ഇതെവിടെ വരുന്ന കാണുന്നുണ്ടല്ലോ. ഇതെന്താണ്? ഇത് സിലോഗിനി നെർവോസ എന്ന് പറയുന്നത്. നെർവോസ. അത് ഇവിടെ നമ്മളൊരു സലീമിന്റെ പേരിൽ സീഡൻഫിയ സലീമി എന്ന് പറഞ്ഞൊരു ഓർക്കിഡാണ് മുകളിലുള്ളത്. എന്താണ് അതിന്റെ പേര്? സീഡൻഫിയ സലീമി. നമ്മളൊരു സുഹൃത്താണ്, പുള്ളിയുടെ കൺസ്ട്രക്ഷൻ മേഖലയിൽ ഓർക്കിഡ്സിന്റെ പേരിട്ട് സലീമിന്റെ പേരിലിട്ടു. സലീമിന്റെ പേരിൽ. ഇത് ഇപ്പുറത്ത് പറഞ്ഞ വലുത് കാണുന്നുണ്ടല്ലോ, ഡെൻഡ്രോബിയം ക്രിപ്പിഡാറ്റം എന്ന് പറയും. ക്രിപ്പിഡാറ്റം. ഇത് ഒരു ഫ്രാഗ്രന്റ് ഓർക്കിഡാണ്. എരിഡ്സ് ക്രിസ്പ എന്ന് പറയും. ഇതിൽ ബൾബോഫിലം 2-3 പറയും. ഇത് ഗ്യാസ്ട്രോസിന്റെ അക്കാലിസ്, അങ്ങനെ വേണ്ടെന്ന് പറയും. ഇത് ചെറുതായി ഫ്ലവർ ചെയ്തിട്ടുണ്ട്. ഡബിൾ എഡ്ജഡ് ഡെൻഡ്രോബിയം 2 വശത്തേക്ക് ഫ്ലവർ ചെയ്തത്. പോഡോച്ചിലസ് മലബാറിക്കസ് എന്ന് പറയുന്ന ഒരു ഓർക്കിഡാണ്. ഇതെന്താണ്? ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇതിന്റെ പേര് ലൈക്കോപോഡിയം. ഇതെന്താണ്? ഇത് വേറൊരു ഓർക്കിഡാണ്. ഇതിന്റെ പേര് ഒബ്രോണി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇതിന്റെ കൂടെ തന്നെ വേറൊരു ഓർക്കിഡ് ഉണ്ട്. ഇതാണ് ഒറ്റപ്പെട്ട് നിൽക്കുന്ന പറഞ്ഞ. ഇത് പിന്നെ ബൾബോഫിലം സ്റ്റെറൈൽ നമ്മളവിടെ കണ്ടതിന്റെ. ഇത് നമ്മൾ സർവ്വസാധാരണമായി കാണുന്ന ഒരു ഓർക്കിഡാ മരത്തിന്റെ മുകളിൽ അല്ലേ? അതല്ല, അത് ഇതാണ് വേറെ ഉണ്ട്. നിങ്ങൾ പറഞ്ഞ സാധനം. ഇതിന്റെ പേരെന്താ? ഇത് ലിപ്പാരിസ് വിറിഡിഫ്ലോറ എന്ന് പറയും. അതുപോലെ തന്നെ ഇത് നമ്മള് ഇത് ഈ ഡെൻഡ്രോബിയത്തിൽ പെട്ടതാണ്. ഏതാണെന്ന് ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. തൊട്ടിൽപ്പാലത്ത് നിന്ന് കളക്ട് ചെയ്താണ്, ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. ഫ്ലവർ ഉണ്ടാവുന്നതാണത്. ഫ്ലവർ ഉണ്ടാവുന്നത്. ഇത് പിന്നെ ബൾബോഫിലം മൈസൂറൻസിസ് അടുത്ത് കൊടക് പ്രദേശത്ത് നമ്മൾ കളക്ട് ചെയ്യും. ഇവിടെ ഒരെണ്ണം വേറെ ഉണ്ടല്ലോ. ഇവിടെ ഉണ്ട്. ഇത് ഒബ്രോണി എന്ന് പറയുന്നത്. അതായത് ഫ്ലവർ വരുന്നുണ്ട്. കേട്ടോ, ഫ്ലവർ വരുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ സാധാ ഇത് പക്ഷേ ഇതിനകത്ത് ഒരു സാധനം ഉണ്ട്. അത് ഡെവലപ്പ് ചെയ്യാൻ ഞാൻ മോസിൽ വെച്ചിരിക്കുകയാണ്. ഇത് ഓർക്കിഡാണ്. ഇതതിന്റെ ഫ്ലവർ കണ്ടോ? കൊഞ്ചിഡിയം നാനെന്ന് പറയും. വളരെ ചെറിയതായതുകൊണ്ടാണ് അതിന്റെ പേര് തന്നെ. അപ്പൊ ഇങ്ങനെ 72 എണ്ണം ഇതിന്റെ മുകളിൽ മാത്രമുണ്ട്. ഈ ഒരു വാളിൽ തന്നെ ഈ ഒരു കൽഭിത്തിയിൽ എത്ര എണ്ണം ഉണ്ട്? ഏകദേശം 60ഓളം ഇനങ്ങളുണ്ട് അല്ലേ? എല്ലാ ഓർക്കിഡാണ്, ഓരോ ഓർക്കിഡാണ്. 60ഓളം ഉണ്ട്. ഇതെന്താ ഇങ്ങനെ ഈ ഓർക്കിഡ്സ് മാത്രം സ്പീഷീസ് ഒക്കെ പിടിപ്പിക്കാൻ ഒരു കാരണം എന്താണ്? നമുക്ക് എവിടെയെങ്കിലും വെർട്ടിക്കലായിട്ട് നമുക്കുള്ള സ്ഥലം സ്പേസ് ഇതിൽ തന്നെ കുറയ്ക്കാൻ പറ്റും. പക്ഷെ ഇതെല്ലാം നമ്മൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ റോഡ് സൈഡിലൊക്കെയാണ്, നമ്മൾ ചോല വെട്ടാത്ത സ്ഥലങ്ങളിലൊക്കെയാണ് ഈ ഓർക്കിഡുകൾ ഉണ്ടാവുക. ഇപ്പൊ റോഡ് വൈഡനിങ് ഒക്കെ വന്നതോടുകൂടി റോഡിൽ നിന്നുള്ളതും പോകും. പിന്നെ ഫോറസ്റ്റിൽ നമ്മൾ എത്രത്തോളം ആക്സസിബിലിറ്റി ഉണ്ടാവില്ല. അപ്പൊ ഭാവിയിൽ ഇത് നമ്മളിവിടെ ചെയ്തു കഴിഞ്ഞാലുണ്ടല്ലോ, ഇത് പൊട്ടി സ്കോർ ചെയ്ത് ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇത് ഉണ്ടാവും. നമ്മൾ ഇതിപ്പോൾ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഇതിന്റെ സമീപ പ്രദേശങ്ങളിലൊക്കെ ഇത് ഡെവലപ്പ് ചെയ്യും. അപ്പൊ അതിന്റെ ഒരു പ്രൊപ്പഗേഷൻ, നമുക്ക് നാച്ചുറൽ പ്രൊപ്പഗേഷൻ ഉണ്ടാവുക, നമ്മളിവിടെ കൺസർവ് ചെയ്യുക, അതോടൊപ്പം തന്നെ നമ്മളറിയാതെ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെടും. അപ്പൊ ഇതിൽ പലതും നമ്മൾ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ സൂചകങ്ങളാണ്. ചെറിയ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടായാൽ പോലും ചിലതൊക്കെ നഷ്ടപ്പെട്ടു പോകും. അതെ, ഇതാണിപ്പോൾ നന്ദേട്ടൻ കേട്ടോ. എല്ലാവർക്കും അറിയായിരിക്കും, നന്ദേട്ടൻ്റെ വീടും പരിസരവും തന്നെ ഒരു വലിയ വനമാണ്. അറിയപ്പെടുന്ന ഒരു 1.5 ഏക്കറിലുള്ള വലിയ ഫോറസ്റ്റാണ്. ആ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ വീടിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ ഈ ഞാവൽ മരം ഈ 72 ഇനം ഓർക്കിഡ്സുമായിട്ട് നിൽക്കുന്നത്. ഇതിപ്പോ കൽമതില്, ഇവിടെയുള്ളൊരു കൽമതിൽ മുഴുവൻ ഓരോ ഓർക്കിഡ്സ് പിടിപ്പിച്ചു വെച്ചേക്കാണ്. റിയ മൈസൂരൻസിസ് എന്ന് പറഞ്ഞ റിയ മൈസൂരൻസിസ്. ഈ ഒരു മരത്തിൽ 72-73ഓളം ഓർക്കിഡുകളുണ്ട്. ഇതിപ്പോ ഒരു ഞാവൽ മരമാണ് അല്ലേ? ഞാവൽ മരത്തിന്റെ മുകളിൽ 72 ഇനം ഓർക്കിഡ്സ് ആണ്. എല്ലാം ക്രിസോസ്റ്റമം, ബൾബോഫിലം. ഇത് നോർത്ത് ഇന്ത്യൻ വൈൽഡ് ഓർക്കിഡ് ആണ് അല്ലേ? ഡെൻഡ്രോബിയം ഒവാലിസ്. നമസ്കാരം. അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് അതായത് ഒരു നഗരത്തിൽ എങ്ങനെ നഗരത്തോട് ചേർന്ന് ഒരു വനം
നമുക്ക് കാണാൻ കഴിയും. അതാണ് ഇപ്പോൾ ഞാനുള്ള ഈ പ്രദേശമുള്ളത്. ഇത് കൽപ്പറ്റ നഗരത്തിനടുത്ത് മടക്കിമല എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ PM നന്ദകുമാർ എന്ന് പറയുന്ന നമ്മുടെ നന്ദേട്ടൻ ഒരു വനം തന്നെ 1.5 ഏക്കർ സ്ഥലത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ആ വനത്തിലെ വിശേഷങ്ങളാണ്, ആ വനത്തിൽ എന്തൊക്കെ സ്പീഷീസാണുള്ളത്, അപൂർവമായിട്ടുള്ള വംശനാശ ഭീഷണിയിലുള്ള എന്തൊക്കെ മരങ്ങളുണ്ട്, എന്തൊക്കെ സ്പീഷീസ് ഉണ്ട്, ഓർക്കിഡ്സ് ഉണ്ട്, എന്തൊക്കെ പക്ഷികളുണ്ട്, അതൊക്കെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് നന്ദേട്ടൻ പറയുന്നത് മാത്രം എടുത്താൽ മതി. പിന്നെ അപ്പോൾ നന്ദേട്ടാ, എന്താ ഇങ്ങനൊരു വനം മനസ്സിൽ കാണാനുള്ളൊരു കാര്യം എന്തായിരുന്നു, ഇങ്ങനൊരു സ്വപ്നം ഉണ്ടാവാൻ കാരണം? എന്ന് വെച്ചാൽ ഞാൻ പണ്ടേ എനിക്ക് പരിസ്ഥിതിയായിട്ട് കുറച്ച് പ്രകൃതിയിൽ ഇണങ്ങി ജീവിക്കാൻ, എൻ്റെ ഒരു കർഷക കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. പണ്ടും കൃഷിയായിട്ട് നല്ല പഠിക്കുന്ന കാലത്തോടെ, പിന്നീട് ഈ ഒരു കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടത്തിലൊക്കെ ഞാൻ പരിഷത്ത് പോലെയൊക്കെ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അതിലേക്ക് ആകർഷിക്കാനുള്ള കാരണം എൻ്റെ ഉള്ളിലൊരു ഇതുണ്ട്. കാരണം അമ്മയൊക്കെ ഇങ്ങനെ ഈ ഗൃഹവൈദ്യം അത്യാവശ്യം കർല അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അതായിരിക്കാം ചിലപ്പോൾ ഒരു ഉൾപ്രേരണ എന്ന് എനിക്ക് തോന്നുന്നത്. എങ്കിലും അപ്പം ഞാനത് എൻ്റെ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ പോലെ തന്നെ ഈ സംരക്ഷണ പ്രവർത്തനത്തിൽ ആദ്യം രാസ്ത എന്ന് പറഞ്ഞ സംഘടന, അതായത് സോഷ്യൽ വർക്ക് ആൻഡ് റിസർച്ച് സെൻ്ററിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള സംഘടനയിൽ ഞാൻ ആദ്യമായിട്ട് ജോലി പ്രവേശിക്കുകയും, അപ്പോൾ അവിടെ ഇങ്ങനൊരു കൺസർവേഷൻ ആക്ടിവിറ്റീസിന് പറ്റിയൊരു വളക്കൂറുള്ള മണ്ണാണെന്ന് എനിക്ക് തോന്നുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അവിടെ ജോയിൻ ചെയ്തപ്പം പിന്നെ ആദ്യമായിട്ട് ദേശീയ പരിസ്ഥിതി ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായിട്ട് അവിടെ ഒരു പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയൊക്കെ ചെയ്തു. അപ്പോൾ അതിൻ്റെ കൂടെ എൻ്റെ ഒരു പാഷൻ വന്നോട് ഞാനൊരു മെഡിസിനൽ ഗാർഡൻ അവിടെ ഡെവലപ്പ് ചെയ്തു. അങ്ങനെ അത് എനിക്ക് തോന്നി. അപ്പോൾ അവിടുത്തെ ബോധവൽക്കരണ പ്രക്രിയയിൽ ഞാൻ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു. അപ്പം ബോധവൽക്കരണ പ്രക്രിയ നമ്മൾ ജനങ്ങളെ ബോധവൽക്കരിക്കുമ്പോൾ നമ്മൾ തന്നെ മാതൃകയല്ലാതെ നമ്മളോട് ജനങ്ങളോട് അഡ്വക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഉപദേശിക്കാനുള്ള ഒരു അർഹത ഇല്ല എന്ന് എനിക്ക് തോന്നേണ്ട ഭാഗമായിട്ട് ഞാൻ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണുണ്ടായത്. അപ്പോൾ അങ്ങനെ രാസയിൽ തന്നെ നമ്മളൊരു മെഡിസിനൽ ഗാർഡൻ ഉണ്ടാക്കി. അതോടൊപ്പം തന്നെ വീട്ടിൽ എൻ്റെ തറവാട്ട് പ്രോപ്പർട്ടിയിലും കുറച്ച് കൺസർവേഷൻ മെഷേഴ്സ് നടങ്ങി, കുറച്ച് സംരക്ഷണം നടങ്ങി. അത് പക്ഷേ ഒരു കൂട്ടു പ്രോപ്പർട്ടി ആയതുകൊണ്ട്, ജോയിൻറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് അതിൽ നമുക്ക് കൺസർവേഷൻ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിലൊരു പരിമിതിയുണ്ട്. അങ്ങനെയാണ് എനിക്ക് സ്വന്തമായിട്ടൊരു സ്ഥലം വാങ്ങിച്ച് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ മനസ്സിലാണ് ഞാനൊരു 2003 ഈ ഒരു സ്ഥലം വാങ്ങുന്നത്. 21 വർഷം മുമ്പ് സ്ഥലം വാങ്ങി. ഇവിടെ അന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ ആകെ ഒരു 12 വൃക്ഷങ്ങളായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 1000-ൽ മേലെ വൃക്ഷങ്ങളുണ്ട് ഇതിനകത്ത്. ഈ പിന്നെ വൈവിധ്യവും ഒരുപാടുണ്ട്. ആണ് ഞാൻ ഈ സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്ക് വ്യാപൃത. അങ്ങനെ ഞാൻ 2003 സ്ഥലം അക്വയർ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ആകെ ഒരു 15 സെൻറ്റ് ആദ്യം കിട്ടി. പിന്നെ അതിന് ചെയ്ത ശേഷം തൊട്ടടുത്ത് ഇവിടെ ഒരു 83 സെൻറ്റ് അങ്ങനെ ചേർത്താണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ അന്ന് എനിക്ക് അത്ര അതിനകത്തുള്ളൊരു ഇതില്ലായിരുന്നു, വാങ്ങിക്കാനുള്ളൊരു സാമ്പത്തിക അവസ്ഥ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ വൈഫിൻ്റെ ഗോൾഡൊക്കെ എടുത്ത് വിറ്റ് സ്വർണം ഒക്കെ വിറ്റിട്ടാണ് ഞാൻ ഈ 1.5 ഏക്കർ വാങ്ങിക്കുന്നത്. അങ്ങനെ ആദ്യം വന്ന് ഞാൻ ആദ്യത്തെ പ്രവൃത്തി ഈ കാവിൻ്റെ പുനരുദ്ധാരണമായിരുന്നു. അതിനുശേഷം ഇവിടെ ഷെയ്ഡ് ഉണ്ടാക്കാൻ വേണ്ടി ചീമക്കൊന്ന പോലെയുള്ള സാധനങ്ങൾ വെച്ച് പിടിച്ച് ആദ്യം ഒരു ഷെയ്ഡ് ഉണ്ടാക്കി, നാടൻ വാഴ ഇനങ്ങൾ വെച്ച് ഷെയ്ഡ് ഉണ്ടാക്കി. അതിനുശേഷം മെല്ലെ മരങ്ങൾ വെച്ചു. അങ്ങനെയാണ് ഞാൻ ഈ പശ്ചിമഘട്ടത്തിലെ അതോടൊപ്പം ഈ RET ട്രീ സ്പീഷീസിനെ കുറിച്ചുള്ള അവബോധം ഉണ്ടായത് സ്വാമിനാഥൻ ഗവേഷണ നിലയമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഞാൻ പ്രവർത്തിച്ചിരുന്നു അവർ തുടങ്ങുന്ന സമയത്ത്. അപ്പോൾ ഞാൻ കാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്ന വൃക്ഷങ്ങളാണെങ്കിൽ ഇത് RETയിൽ പെടുന്നതാണോ റെയർ എൻഡമിക് ത്രട്ടനിൽ പെടുന്നതാണോ എന്നുള്ളൊരു ബോധ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തി, സ്വയം തന്നെ പഠനം നടത്തി അത്തരം സ്പീഷീസുകളുടെ വംശനാശം സംഭവിക്കുന്ന സ്പീഷീസുകളുടെ കൺസർവേഷനാണ് ഞാൻ പ്രധാന മോട്ടായിട്ട്. കാരണം കുട്ടികൾക്ക് പഠിക്കുന്ന റിസർച്ച് ഗവേഷണം നടത്തുന്ന ആളുകൾക്കൊക്കെ അനേകം കാടുകൾ കയറിക്കഴിഞ്ഞാൽ മാത്രമേ ഇത്രയും സ്പീഷീസിനെ കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഞാനൊരു വനം എന്ന് പറയുന്നില്ലെങ്കിൽ ഒരു വുഡ്ലാൻഡ്, ഇത്രയും സ്പീഷീസുള്ള ഒരു വുഡ്ലാൻഡുള്ള ഒരു സ്പീഷീസ് കോമ്പോസിഷൻ ഇത്രയും കൂടുതലുള്ളൊരു സ്ഥലം ചെറിയൊരു പ്ലോട്ടിൽ ഇത്രയും ഉണ്ടാകുന്നത് അപൂർവമാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എനിവേ ഞാനതിപ്പോൾ കൂടുതൽ ഇപ്പോഴും ഇതിനകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇനിയിപ്പം നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് സ്റ്റോറി, ഇപ്പോൾ ഒരു സബ് കനോപ്പി ട്രീസ് വരണം. അപ്പോൾ അതിൻ്റെ ഇൻ്റഗ്രേഷനാണ് ഇപ്പോൾ എൻ്റെ അടുത്ത സ്റ്റേജ്. അപ്പോൾ ഇത് ഇങ്ങനെ ഉള്ള ചില പ്രവർത്തനങ്ങൾ വരുന്ന വിട്ടു. ഇപ്പോൾ തന്നെ ഈ വർഷത്തെ തീം വിദ്യാർത്ഥികളുടെ തീം ഔട്ട്സോഴ്സിങ്ങളാണ്. ഇപ്പോൾ ഒരുപാട് സ്കൂളുകളിൽ നിന്ന് ഇപ്പോൾ ഇന്നലെ വരെ വന്ന് കുറേ മെഡിസിൻ പ്ലാൻസിൻ്റെ ഒക്കെ കൊണ്ടുവരുന്നു അവരുടെ പദ്ധതിയുടെ ഭാഗമായിട്ട്. അങ്ങനെ നമ്മളുടെ അറിവ് ഉണ്ടാവുകയും അത് ഡിസമിനേഷൻ വ്യാപനവും കൂടി നടത്തുക എന്നുള്ളതാണ് ഒരു പ്രധാന ഉദ്ദേശം. അത് ഇങ്ങനെയുള്ള മാതൃകകൾ ഉണ്ടാക്കാൻ വേണ്ടി. അതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ ഒരു ഓൺ എഫേർട്സിൽ തന്നെ വേറൊരു കാവ് കരിങ്കുറ്റി അയ്യത്ത് കാവ് എന്ന് പറയുന്നത് ഒരു 5 വർഷം മുമ്പ് റെസ്റ്റോറേഷൻ നടത്തി. ഇപ്പോൾ അവിടെ 70ഓളം പശ്ചിമഘട്ടത്തിൽ ഇങ്ങനെ ആശ്രമമുഖായുള്ള സാധനങ്ങൾ സംരക്ഷിച്ച് വരുന്നുണ്ട്. അങ്ങനെ അതേപോലെ തന്നെ അടുത്ത ഇപ്പോൾ അനേരി ഇപ്പോൾ തുടങ്ങാൻ പോയിട്ടുണ്ട്. ഇത് നമ്മൾ ഉണ്ടാക്കുകയും ഇതിൻ്റെ റെപ്ലിക്കാസ് ഉണ്ടാവുക, പകർപ്പുകൾ ഉണ്ടാവുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം. ആളുകൾ ഇത് ഏറ്റെടുത്താൽ മാത്രമേ നമ്മൾ മാത്രം സംരക്ഷണ പ്രവർത്തനത്തിൽ ഇറങ്ങിയാൽ പറ്റില്ല. അപ്പോൾ പുതുതലമുറയ്ക്ക് ഇതിലൊരു പ്രചോദനം ഉണ്ടാവുകയും പ്രത്യേകിച്ച് ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രകൃതിയിൽ നിന്ന് മനുഷ്യൻ അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പ്രകൃതിയിലേക്കുള്ള തിരിച്ചുവരവ് അതൊരു
വളരെ അനിവാര്യമായൊരു കാലഘട്ടമാണ്. നമ്മൾ ദീർഘവീക്ഷണത്തോടെ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ അതിപ്പോൾ കാവുകളുടെയൊക്കെ സൃഷ്ടി എന്ന് പറയപ്പെടുന്ന പണ്ട് കാലത്തെ വളരെ ക്രാന്തദർശിയായിട്ടുള്ള ആളുകൾ വിഭാവനം ചെയ്തിട്ടുള്ളതാണ്. കാരണം ഭൂമിയുടെ 1/3 ഭാഗമെങ്കിലും വനമായിട്ട് നിലനിൽക്കണം. അപ്പോൾ ചില സമതല പ്രദേശങ്ങളിലൊക്കെ വനം ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീക്ഷണ പരിപ്രേക്ഷ്യത്തിൽ നിന്നായിരിക്കാം അത്തരം ചിന്തകളും ഒക്കെ ഉടലെടുത്തിട്ടുണ്ടാവുക. അപ്പോൾ നമ്മുടെ ഇപ്പം ഫോറസ്റ്റിൽ സംരക്ഷണ പ്രവർത്തനങ്ങൾ നമുക്ക് അസാധ്യമാണ്. അപ്പോൾ നമുക്ക് സംരക്ഷണ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റാവുന്ന ഇത്തരം സ്വയം പ്രദേശങ്ങളിലോ കാവുകളിലൊക്കെയാണ് നമുക്ക് വൈവിധ്യം കൂടുതൽ കൊണ്ടുവരാൻ പറ്റുക. അപ്പം പ്രത്യേകിച്ച് ഇപ്പം ഈ കാർബൺ ന്യൂട്രൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഡീകാർബണൈസ് ചെയ്യുക എന്നുള്ളതിന് ഒരു നാച്ചുറൽ ബേസ്ഡ് സൊല്യൂഷൻ, പ്രകൃതിയായിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് പച്ചപ്പുണ്ടാക്കുക, കൂടുതൽ ഗ്രീൻ സ്പേസ് ഉണ്ടാക്കുക എന്നതാണ്. അതോടൊപ്പം തന്നെ ആളുകൾ ഞാൻ പറയാൻ ഇപ്പം കാടിനടുത്ത് പോയിട്ട് റിസോർട്ടുകൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ കാടിനടുത്ത് പോയി വീടുകൾ ഉണ്ടാക്കുക, അതിന് പകരം വീടിനടുത്ത് കാടുകൾ ഉണ്ടാക്കുക എന്നുള്ളൊരു സന്ദേശമായിരിക്കണം നമുക്ക് കൊടുക്കാൻ കഴിയേണ്ടത്. ഓക്കെ, ഞാൻ ഈ ഒരു ഇതിന് മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം എന്ന് പറഞ്ഞാൽ നമ്മൾ ആളുകൾ കാടിനടുത്ത് പോയി വീട് വെക്കും, വീടിനടുത്ത് കാടുണ്ടാക്കുക അല്ലെങ്കിൽ വീടിനോട് ചേർത്ത് കാടുണ്ടാക്കുക എന്നതായിരിക്കണം നമ്മളുടെ പോളിസി. മറ്റ് റിസോർട്ടുകൾ വീടുകൾ റിസോർട്ടാക്കി മാറ്റുക. നമ്മൾ വീടിന് ചുറ്റും കാടുകൾ ഉണ്ടാക്കുമ്പോൾ അത് റിസോർട്ടായി. റിസോർട്ടിലാണല്ലോ നമ്മൾ സുഖവാസത്തിനാണ് നമ്മൾ റിസോർട്ടുകളിലേക്ക് പോകുന്നത്. വീട്ടിൽ തന്നെ നമ്മൾ വീടുകളും അതിൻ്റെ പരിസരവും സുഖവാസ കേന്ദ്രങ്ങളായാൽ മനുഷ്യന് ഏറ്റവും ആനന്ദം നൽകുന്ന ഒരു മേഖലയായിട്ട് നമ്മളുടെ വീട് എന്ന് പറയുന്നത് ഒരു ഭവനമായിട്ട് മാറും. അപ്പോൾ അത്തരം ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ വ്യാപിക്കാൻ വേണ്ടി ആളുകൾ കൂട്ടായി പ്രവർത്തിക്കുകയും ഇതിൻ്റെ സന്ദേശം എത്തുകയും, പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ തീക്ഷ്ണഫലങ്ങളും ദുരന്തങ്ങളും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഗ്ലോബൽ വാർമിംഗ്, ആഗോളതാപനം എന്നുള്ളൊരു പ്രതിഭാസം ഉള്ളിടത്തോളം നമുക്ക് അതിശക്തമായ മഴയും അതിവരൾച്ചയും ഒക്കെ ഉണ്ടാകും. ഇതിന് തടയിടാൻ നമുക്ക് മറ്റു സൊല്യൂഷൻസ് ഇല്ല. പ്രകൃതി സൊല്യൂഷൻ, അതായത് നാച്ചുറൽ ബേസ്ഡ് സൊല്യൂഷൻ മാത്രമാണ് ഇതിനുള്ളത്. അതിന് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന മനുഷ്യസാധ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് കൂടുതൽ പച്ചപ്പ്, ഭൂമിക്ക് ഹരിതാവരണം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ആ ഒരു പ്രക്രിയയിൽ ചെറിയ പങ്കാണ് ഞാൻ വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ലൈക്കോപീഡിയ. പിന്നെ താഴെ ഒരെണ്ണം കാണുന്നത് ഇത് പിന്നെ ഡെൻഡ്രോബിയം ഹീമോഗ്ലോസ് എന്ന് പറഞ്ഞൊരു ഓർക്കിഡാണ്. പുല്ലുപോലെ തോന്നും, അതൊരു ഓർക്കിഡാണ്. പുല്ലുപോലെ തോന്നുമെങ്കിലും. പിന്നെ ഇത് സിലോഗിനി നെർവോസ എന്ന് പറയുന്ന ഇതെല്ലാം പശ്ചിമഘട്ടത്തിൽ ഉള്ള സ്ഥാനികമായിട്ടുള്ള ഓർക്കിഡുകളാണ്, എൻഡമിക് ആയിട്ടുള്ള. ആണല്ലേ, ഞാൻ വരാം. പൂന്ന് പറയുന്നത് ചെറുതാണ്, ഉണ്ടായി വരുന്നുണ്ട്. പൂവുണ്ടായി വരുന്നുള്ളൂ അല്ലേ. എന്തായാലും ഈ കൊടിയല്ലാതെ കയറി വരുന്നത് ചുറ്റമൃതാണ് അല്ലേ. ചുറ്റമൃതം അല്ലാതെ വേറെ വള്ളിയും കാണുന്നുണ്ടല്ലോ. പാഷൻ ഫ്രൂട്ടും കയറി വരുന്നുണ്ട്. കലാന്തേ എന്ന് പറഞ്ഞൊരു ഓർക്കിഡാണ്, വൈൽഡ് ഓർക്കിഡാണ്. ആ ഫ്ലവർ ഉള്ളത് ഏതാണ്? കലാന്തേ. ഇതെല്ലാം വൈൽഡ് ഓർക്കിഡ്സ് ആണ് ഇവിടെ അല്ലേ? എല്ലാം വൈൽഡ് ഓർക്കിഡ്സ് ആണ്. ഇത് ഗ്രൗണ്ട് ഓർക്കിഡിൽ ഏറ്റവും വലിയ ലേഡി സൂസൻ ഓർക്കിഡ് എന്ന് പറയും. ഫ്ലവർ ചെയ്യാൻ ബഡ് ചെയ്തിട്ടുണ്ട്, ഒരു 2 ആഴ്ചക്കുള്ളിൽ ഫ്ലവർ ചെയ്യും. എന്താണ് ലേഡി സൂസൻ ഓർക്കിഡ് എന്ന് പറയും. പെറ്റൈലിസ് ജേജാൻഡിയ എന്നാണ്. ലേഡി സൂസൻ ഏതൊരു മൗണ്ട് ബാറ്റൻ പോലെ ഏതൊരു പ്രഭുവിൻ്റെ പ്രണയിനിയുടെ സ്മരണാർത്ഥപ്പെട്ട ഒരു പേരാണ്. അത് യൂലോഫിയ സ്പെക്ടാബിലിസ് എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഓർക്കിഡാണ്. നമ്മളെ ബൾബോഫില്ലം സ്റ്റെറൈൽ എന്ന് പറയുന്നൊരു ഓർക്കിഡാണ്, പച്ച ഫ്ലവർ ഉണ്ടാകുന്നത്. ഇത് അതിൻ്റെ റോസ്മേരിയാൻ എന്ന് പറയുന്ന അതിൻ്റെ വേറെ വെറൈറ്റിയാണ്. ഇത് പച്ച ഫ്ലവർ ഉണ്ട്. ഇതിൻ്റെ പേരെന്താ? ബൾബോഫില്ലം സ്റ്റെറൈൽ. ഇത് ബൾബോഫില്ലം റോസ്മേരിയാൻ എന്ന് പറയുന്നതാണ്. അത് ബൾബോഫില്ലം റോസ്മേരിയാണ്. ഇതാണ് പനേൻ്റെ പൂവ് കേട്ടോ. പനേൻ്റെ പൂവ് കാണാത്തവർക്ക് കാണാം. ഇതൊരു വലിയ പനയാണ്. ഇപ്പം പൂത്തിട്ട് പൂക്കൾ കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ പനയിൽ കുറേ എന്തൊക്കെയോ വേറെ ചെടികളുണ്ടല്ലോ. പരിവള്ളിയാണ് ആ കാണുന്ന വള്ളി പോലെ. എഡിബിളാ? ഇതിൻ്റെ കൂടെ ചന്ദനം ഉണ്ടല്ലോ. അപ്പം ഇതാണ് ഒറിജിനൽ ഒരു വനം തന്നെ. ശരിക്ക് നമ്മൾ സാധാരണ വനത്തിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ചിലത് മാത്രമൊക്കെ കാണാൻ പറ്റുള്ളൂ. ഇതിവിടെ ഈ 1.5 ഏക്കർ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ വനത്തിലെ കുറേ വനവിഭവങ്ങൾ കാണാൻ പറ്റും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകതയുള്ളത്. ഇതെന്താണ് കുറേ അറക്കപ്പൊടി പോലെ കുറേ എന്താ പൂക്കളാണോ? പനേനയാണ്. ഓ, ഇതാണ് പനേൻ്റെ പൂവ് വീട് നടക്കുന്നത്. നിറച്ചുണ്ടല്ലോ നല്ല ഭംഗിയായിട്ട്. ചെറുതേക്ക് എന്ന് പറയുന്നതാണ് ഇത് അല്ലേ? ചെറുതേക്ക്. ഇത് അയ്യമ്പന എന്ന് പറഞ്ഞ ഇത് അതാണ് അയ്യമ്പന. പിന്നെ
ഉരുള നമ്മൾ കണ്ടാൽ പുല്ല് പോലെ തോന്നും. അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട്, ഉരുളയുണ്ട്, അങ്ങനെയുള്ള സാധനങ്ങൾ അതിനകത്തുണ്ട്. ഓ ഇത് കാട്ടുപടവലം. ഒരു മരം തന്നെ ഒരു ആവാസ വ്യവസ്ഥയുണ്ട്, ഒരുപാട് സാധനം ഉണ്ട്. ഈ ലൈക്കൻസ് നേരത്തെ പറഞ്ഞല്ലോ ഡെവലപ്പ് ചെയ്തിരുന്ന ഒരു ജുവൽ ഓർക്കിഡ് ആണല്ലേ, അപൂർവമായിട്ടാണ് ഇപ്പം പിടിച്ച് തുടങ്ങിയിട്ടുള്ളൂ അല്ലേ. ആ വേറൊരു വേര് വരുന്നുണ്ടല്ലോ, ഈ വേര് വരുന്നത് എന്തിൻ്റെയാണ്? അത് ഇതാ ഈ ഓർക്കിഡിൻ്റെ ഇത് ഫോക്സ്ടെയിൽ ഓർക്കിഡ് എന്ന് പറയുന്നത്. ഇത് ഒരു ഇത് ഗ്രാമഫോൺ ഓർക്കിഡ് എന്ന് പറയുന്നത്. ഏതാണ് ഗ്രാമഫോൺ? ഇതാണ്. ആ ആ അതിൻ്റെ ഫ്ലവർ ഗ്രാമഫോൺ പോലെ ഇരിക്കും, ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്ന പോലെ ഇരിക്കും. ആ ഗ്രാമഫോൺ ഓർക്കിഡ്. ആ ഇതാണ് കാട്ടുമുല്ല അല്ലേ. കാട്ടുമുല്ലയും അതിൻ്റെ ചുവട്ടിലാണുള്ളത്. അത് ഏത് മരമാണ്? ഈ മരം ഏതാണ്? അത് ഈട്ടിയാണ്. ഈട്ടി മരത്തിന് ചുവട്ടിൽ നമ്മളൊരു സിലോഗിനി നെർവോസ. കാരണം ഇതിന് ഈ ബൾബ് കണ്ടോ നിങ്ങൾ നോക്കി, നെർവ് പോലെ. സിലോഗിനി നെർവോസ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽപ്പെട്ട സാധനമാണ്, ഓർക്കിഡാണ്. ഇതൊരു ഗ്രൗണ്ട് ഓർക്കിഡാണല്ലേ. എന്താണ് ഇതിൻ്റെ പേര്? അർഗൂലി. ഇതിന് മാത്രം മലയാളം 1-2 എണ്ണത്തെ പേരുള്ളൂ. ഇത് എട്ടുകാരി കടിച്ചു കഴിഞ്ഞാൽ, എട്ടുകാരിൻ്റെ ഒരു പേരാണ് അർഗൂലിന്. ഇതുവരെ എട്ടുകാരിൻ്റെ അടിച്ചു കഴിഞ്ഞാൽ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്. എട്ടുകാലിൻ്റെ ചികിത്സ, എട്ടുകാലി കടിച്ചാൽ ചികിത്സയ്ക്ക്. ഗ്രൗണ്ട് ഓർക്കിഡാണ്. കൽപ്പൈൻ കാരാഞ്ഞിലി എന്ന് പറയും. കൽപ്പൈൻ കാരാഞ്ഞിലി. ആഞ്ഞിലിനെ പോലെ ഇലയൊക്കെ ഉണ്ട്. എൻഡമിക് ആയിട്ടുള്ള എൻഡമിക് ആണല്ലേ. ഇതാണ് കായാമ്പു. കായാമ്പു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വേറെയും കാണാം. ഇതെന്താ സംഭവം? ഇത് നമ്മൾ അവിടെ നാഗ എന്ന് പറഞ്ഞാൽ നാഗപ്പൂമരം എന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞ് എടുത്തായിരുന്നു. ആ നാഗപ്പൂമരം. പാവട്ട എന്ന് പറഞ്ഞാൽ പണ്ട് കരപ്പൻ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന. കരപ്പൻ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത്. എന്താണ് അതിൻ്റെ പേര്? പാവട്ട. പാവട്ട. പാവട്ട ഇൻഡിക്ക എന്ന് പറയും. പാവട്ട ഇൻഡിക്ക.